അങ്ങനെ നമ്മുടെ രേവതി സന്തോഷം കൊണ്ട് ഓടി വന്ന് സച്ചിയോട് പറയേണ്ടത് സച്ചിയേട്ടാ പൈസ കിട്ടിയെന്ന് പറയേണ്ടത്. ആ സമയത്ത് സച്ചി ചോദിക്കേണ്ടത് എവിടെ നിന്നാണ് നിനക്ക് പൈസ കിട്ടിയ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി പറയേണ്ടത് ദേവു അവളുടെ ഫ്രണ്ടിൻ്റെ ഇരുന്ന് അറേഞ്ച് ചെയ്ത് തന്നതാന്നൊക്കെ പറയേണ്ടത്. എന്തായാലും നമ്മുടെ സച്ചി പറയുന്നത് സന്തോഷമായി ഇപ്പം 5 ലക്ഷം നിനക്ക് കിട്ടിയില്ലെന്ന് ചോദിക്കേണ്ട. ആ 5 ലക്ഷം കിട്ടി, ഞാനിത് എത്രയും പെട്ടെന്ന് പോയിട്ട് പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കട്ടെ എന്ന് പറയേണ്ടത്. എനിക്കിപ്പോൾ ഓട്ടോ ഉണ്ട് അതുകൊണ്ട് എനിക്ക് കൊണ്ടുപോയി ആക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടത്. അത് സാരല്ല സച്ചിയേട്ടാ ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചിയും പോകുന്നുണ്ട്. രേവതി ആ പൈസയും കൊണ്ട് പോകാൻ നിൽക്കേണ്ട. ആ സമയത്ത് നമ്മളെ രവി ചോദിക്കേണ്ടത് എന്താ മോളെ നാൾക്ക് ഇത്ര സന്തോഷം ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മളെ രേവതി പറയുന്നുണ്ട് അച്ഛാ എനിക്ക് പൈസ കിട്ടി, ഞാൻ പൂക്കടയിൽ പോയിട്ട് അഡ്വാൻസ് കൊടുക്കട്ടെ, അതാണ് എനിക്ക് ഇത്രയും സന്തോഷം എന്ന് പറയുന്നുണ്ട്. ആ പോയി കൊടുത്തോളാൻ പറയേണ്ടത്. എന്തായാലും നമ്മുടെ രേവതി ഓട്ടോ വന്ന് കയറി പോകേണ്ട. ആ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ വേഗം ഹേമയെ വിളിച്ച് അറിയിക്കേണ്ട. അവൾ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിച്ച പോലെയുള്ള അവൾക്ക് പൈസ കിട്ടി, അവൾ ഇനി ആ ഇത് തുടങ്ങുള്ളൂ, അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എങ്ങനെ മുടക്കാൻ പറ്റിച്ചാൽ മുടക്കിക്കോളൂ, അവളിപ്പോൾ ഇവിടുന്ന് സ്കൂട്ടിയിലല്ല പോയിന ഓട്ടോയിലാണ്, ഇനി എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കണ്ടേ. എന്തായാലും നമ്മുടെ ഹേമയാണെങ്കിൽ 2 ഗുണ്ടകളെയൊക്കെ വിട്ടിട്ട് രേവതിയെ ഉന്തി വിട്ടിട്ട് അവളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് അവർ ബൈക്കിൽ കയറി പോകുന്നുണ്ട്. നമ്മുടെ രേവതിയാണെങ്കിൽ പൈസയ്ക്ക് ഒരുപാട് ബാക്കിലൊക്കെ ഓടുന്നുണ്ട്, പക്ഷെ നമ്മുടെ രേവതി വീണിട്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എന്തായാലും നമ്മുടെ മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശി വന്നിട്ട് ആ പൈസ അവരുടെ നിന്ന് വാങ്ങിയിട്ട് നമ്മുടെ രേവതിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. രേവതി വീണ്ടും ആ ബിസിനസ് തുടങ്ങിയിട്ട് അവൾ എന്തായാലും അത് ജയിച്ച് കാണിക്കും. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.